അടൂർ ഏഴംകുളത്തുള്ള സലീലൻ ബീന ദമ്പതികളുടെ ജൈവ കാർഷിക വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് സലീലൻ. ഞാനൊരു ജൈവ പച്ചക്കറി കർഷകനാണ്. പശുവിൻ്റെ ചാണകം മൂത്രമാണ് ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് ജൈവ പച്ചക്കറിക്ക്. അതിനുള്ള ടാങ്കും ലൈനും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ ടാപ്പ് പറഞ്ഞാൽ ഇതുവഴി നേരെ ഇവിടെ വരും. അത് ഇതുവഴി നേരെ അങ്ങ് മസ്തനാഥ് കൃഷി ചെയ്യുന്നിടത്ത് പോകും. ആ ലൈനാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഒരു ലൈൻ നേരെ ഇവിടുത്തെ കൃഷിക്കും പോകും, ഒരു ലൈൻ നേരെ ആ കൃഷിക്ക് അപ്പുറത്തെ കൃഷിക്കും പോകും. ഈ ലൈൻ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോയി അവിടെ കുളമുണ്ട്, കുളത്തിലാണ് വെള്ളം ചെന്ന് വീഴുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു ടാങ്ക് അവിടെയുണ്ട്, അവിടെയും സ്റ്റോർ ചെയ്യും. ആ ടർബാണെന്നുള്ളത് കൃഷിയിടത്തിൽ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ദൂരത്തിൽ ചാണകവും വെള്ളവും വരുന്ന പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ചാണകം ഇവിടെ കൊണ്ട് സൂക്ഷിക്കുന്നതാണെങ്കിൽ ഇതാണ് നമ്മൾ ജൈവവളത്തിൽ ഉപയോഗിക്കുന്നത്. അവിടെ വരുന്ന ലൈൻ്റെ ബാക്കിയാണത്. ആ ലൈൻ നേരെ ഇങ്ങനെ കയറി ഇതുവഴി കയറി ഇവിടെ ഒരു കുളമുണ്ട്. ഏത്തവാഴ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. പുതിയ ഏത്തവാഴത്തൈ നടാനുള്ള കുഴികൾ എടുത്തിട്ടിട്ടുണ്ട്. ഇതാണ് കുളം. ഇതിനകത്തേക്കുള്ള വാഴയ്ക്ക് വേണ്ടിയുള്ള കുഴികളാണ് എടുത്തിട്ടിരിക്കുന്നത്. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ കൃഷി നല്ല രീതിയിൽ വളരും. പിന്നെ ജൈവപച്ചക്കറിയായതുകൊണ്ട് അവിടെ നിന്നുള്ള പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും അതിന്റെ മൂത്രവും ചാണകവും മിക്സായ വെള്ളം എല്ലാവരും പമ്പ് ചെയ്താണ് നമ്മൾ ഇതെല്ലാം വേല. രാസവളത്തിന്റെ ഉപയോഗമൊന്നുമില്ല. പിന്നെ ഇതിന്റെ കൂടെ തന്നെ മീൻ കൃഷിയുണ്ട്, വരാലിനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വേസ്റ്റ് വെള്ളവും പമ്പ് ചെയ്യുന്ന നേരെ അങ്ങ് കൃഷി സ്ഥലത്ത് പോകും. അതിന്റെ പമ്പ് സെറ്റിലൊക്കെയാണ് ഇരിക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യവചന പദ്ധതി പ്രകാരമുള്ള മത്സ്യകൃഷിയാണ്. ഇതിൽ ഏകദേശം 400ഓളം വരാലുകൾ കൃഷി ചെയ്യുന്നു. ഞങ്ങൾ ആവുന്നത്ര നോക്കി അതുങ്ങളെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുവരാൻ. ഏതായാലും അത് നടക്കില്ല എന്ന് മനസ്സിലായി. എരുത്തിലിൽ നിന്നുള്ള പശുക്കളുടെ ചാണകവും മൂത്രവും കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നു. അതോടൊപ്പം വീട്ടിൽ നിന്നുള്ള ബയോ വേസ്റ്റും കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്നു. കാട്ടുപന്നികളുടെ ശല്യം കാരണം സോളാർ ഫെൻസിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വോൾട്ടേജ് അവരെ ഒന്ന് പേടിപ്പിച്ചു വിടുകയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ വിറ്റുപോയി കഴിഞ്ഞിരുന്നു. പൂർണ്ണമായും ജൈവിക സമ്പ്രദായത്തിലാണ് ഇവിടെ കൃഷി നടത്തുന്നത്. അടുത്ത കൃഷിക്കുള്ള തൈകൾ നട്ടു തുടങ്ങിയതേയുള്ളൂ.
കൃഷിയെക്കുറിച്ച് ശ്രീമതി ബീന പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് സ്ഥലം. പച്ചക്കറി ഐറ്റംസ് എല്ലാം ഓരോരോ സീസണിലാവുന്നതനുസരിച്ച് എല്ലാം കൊടുക്കും. കോവല്, വെണ്ടയ്ക്ക, പയറ്, പാവല്, പിന്നെ വഴുതന, പിന്നെ അമര, തണ്ണിമത്തനുണ്ടായിരുന്നു, അത് കൊടുത്തു. ആ സീസണിൽ അത് കൊടുത്തു. പിന്നെ ഇഞ്ചി, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ മിക്കതുമാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പശുക്കറാണ്. പശുക്കൾ 9 പാലെല്ലാ വീട്ടുകളിലും കൊടുക്കുന്നുണ്ട്. അത് തുടങ്ങാൻ തന്നെ കാര്യം, ഞാനൊരു മീറ്റിങ്ങിൽ കേട്ട് ഇങ്ങനെ പാലിലുള്ള വിഷയങ്ങളെക്കുറിച്ച്. അപ്പോൾ എനിക്ക് പശുവിനെ വളർത്തണമെന്ന് തോന്നി. പിന്നെ ഇനി അടുത്ത ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് മീൻ വളർത്തലാണ്. ഇതിപ്പോൾ 2 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. ആദ്യത്തെ വർഷം വരാലെല്ലാം വിറ്റുപോയി. ഞങ്ങൾ ചെയ്യുന്ന കൃഷിയെല്ലാം കംപ്ലീറ്റ് ഓർഗാനിക്കാണ്. പിന്നെ എല്ലാം കൊച്ചു ജീവികളെ കൊണ്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. കാരണം പുഴുവിന് വേണ്ടി മിസറിനെ വളർത്തും. പിന്നെ പശുവിനെയൊക്കെ കൊണ്ട് കിട്ടുമ്പം കൊക്ക് വരും. ആ കൊക്ക് മറ്റ് ജീവികളെയൊക്കെ തിന്നും. കാരണം ഇത് പുൽച്ചാടി പോലെയുള്ള ജീവികളെയെല്ലാം കൊക്ക് തിന്നും. ഗോമൂത്രം അത് നമ്മൾ എരുത്തിലിന് ഇച്ചിരി പൊക്കി കെട്ടിയാൽ താഴോട്ടൊരു ടാങ്കിലോട്ട് ഈ കഴുകുന്ന വെള്ളവും എരുത്തിലെ എല്ലാ വെള്ളവും പിന്നെ ഗോമൂത്രവും കൂടെ അതിൽ വീണിട്ട് അതും നമ്മൾ മോട്ടർ വെച്ചടിച്ച് സ്പ്രേ ചെയ്ത്, അതാണ് ഏറ്റവും നല്ല വളം. അല്ലാതെ ഒരു വളം ഇടേണ്ട ആവശ്യമില്ല. ചുരുക്കം പറഞ്ഞാൽ പ്രകൃതിയുടെ ആഹാര ശൃംഖല തത്വം ഉപയോഗിച്ചാണ് ഇവിടെ കീടങ്ങളെ നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് പയറിലെ മുഞ്ഞബാധ ഉണ്ടല്ലോ, അതിന് വളരെ നല്ല രീതിയിലുള്ള ഫലപ്രദമായൊരു സമ്പ്രദായമാണിത്. നീറ് അല്ലെങ്കിൽ മിശ്ര് എന്ന് വിളിക്കുന്ന ഉറുമ്പുകളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കൃഷിയുടെ പന്തലിൽ അവിടങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ ഉണക്കമീൻ വെച്ച് ഉറുമ്പുകളെ ആകർഷിക്കുന്നു. ഈ കാണുന്നത് പെണ്ണുറുമ്പുകൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഭക്ഷണമായ ശർക്കരയും പഴവും ചേർത്തുള്ള മിശ്രിതമാണത്. സാമ്പത്തികമായ വരുമാനത്തോടൊപ്പം തന്നെ മാനസികമായ സന്തോഷവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഈ കൃഷി നടത്തുന്നതിൽ നിന്ന് ഇവർ കണ്ടെത്തുന്നു. ഇവളിപ്പോൾ പ്രസവിച്ചതേയുള്ളൂ. ബാക്കിയുള്ള പശുക്കളെ കണ്ടത്തിൽ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകർക്കുള്ള അവാർഡും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അടൂർ ഏഴംകുളം വഴി പോകുന്നവർക്ക് വിഷരഹിത പച്ചക്കറികൾക്ക് ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ അന്നേരം പറിച്ച പച്ചക്കറിയും ശുദ്ധമായ ഒരു കുപ്പി പശുവിൻ പാലും മനസ്സോടെ തന്നത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയായി.